Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് വാങ്ങുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് പറഞ്ഞു തരാനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം നല്ല പെർഫെക്റ്റ് ആയി കിട്ടും. ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കറക്റ്റ് കിട്ടും, അല്ലെങ്കിൽ അതേ കളറാവോ കിട്ടുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ സെക്ഷൻ നോക്കണം. അപ്പോൾ അതിലൊരു സാധനം പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ സെക്ഷനിൽ അവരെ എക്സ്പീരിയൻസ് ഫോട്ടോസ് ഒക്കെ റിവ്യൂ സെക്ഷനിൽ കൊടുത്തിട്ട് റിവ്യൂ സെക്ഷനൊന്നും ആരും നോക്കാറില്ല. പകരം സാധനം കാർഡ് ചെയ്യും, എന്നിട്ട് പർച്ചേസ്. ഇതാണ് മിക്കവരും ചെയ്യുക. പകരം നമ്മൾ അതിന്റെ റേറ്റിംഗ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യും. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പേര് നല്ലതാണ് പറയുന്നതെങ്കിൽ അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ സൈസാണ്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് സൈസ് ഇഷ്യൂ. ആദ്യം വേണ്ടത് നമ്മൾ സൈസ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു ടാപ്പ് എടുത്ത് അളന്ന് നോക്കേണ്ടി വേണം. വേസ്റ്റ് സൈസ് അങ്ങനെ എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സൈസ് ഉണ്ടാവും, സ്മോൾ, ലാർജ്, എക്സൽ. അപ്പോൾ ലാർജ് ആണെങ്കിൽ എല്ലാ സാധനവും വാങ്ങിക്കുകയാണെങ്കിലും ആ ലാർജ് തന്നെ കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരമാണ്. കാരണം എല്ലാ ബ്രാൻഡിനും ഒരേ സൈസ് ആവണമെന്നില്ല. അതുപോലെ തന്നെ ഏതൊരു പ്രൊഡക്റ്റിന്റെ താഴെ അതിന്റെ മെറ്റീരിയൽ ഏതാണ്, അതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാം. അപ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് റെഫർ ചെയ്തിട്ട് മാത്രം വാങ്ങിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതേ സെയിം സാധനം വേറൊരു സൈറ്റിൽ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക.